ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 2. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹാസിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും നാം കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയാന്ന് പറയാം ദൈവമക്കളെ. ഉൽപ്പത്തിയിൽ ദൈവം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കാം എന്ന് ദൈവം സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. ദൈവത്തിനും നമ്മൾക്കും ഒരു DNA ഉണ്ട്. കാരണം കർത്താവിൻ്റെ സ്വരൂപത്തിലും കർത്താവിൻ്റെ ഛായയിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പുതിയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. മത്തായിൻ്റെ സുവിശേഷം 24:15 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന്. ഹല്ലേലൂയ. അതെന്താണ് ദൈവമക്കളെ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പലരും പറയാണ് ഇത് ജെറുസലേം ദേവാലയത്തിൽ അന്തിക്രിസ്തു വന്ന് ഇരിക്കും, അതാണ് ഇതെന്ന്. അല്ല. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. ഹല്ലേലൂയ. ജെറുസലേം ദേവാലയം, നമ്മൾ ഈ ശരീരമെന്ന ഈ ദേവാലയം ഈ ഭൂമിയിലിരിക്കുമ്പോൾ ജെറുസലേം ദേവാലയം വരില്ല. നമ്മൾ ഈ ശരീരമെന്ന ദേവാലയം എടുക്കപ്പെട്ട ശേഷമാണ് ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് അന്തിക്രിസ്തു അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ കർത്താവ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞതെന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ. 2019 ഈ ഭൂമിയിൽ നടപ്പാക്കി കഴിഞ്ഞു ആൾക്കാർ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് കുറേ പേര് പോയി കയ്യും കാലും നീട്ടിക്കൊടുത്ത് മന്ദിരത്തെ പൊളിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒരു കൂട്ട ജനങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കാത്തിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് 13:18 ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ഹല്ലേലൂയ. മൃഗത്തിൻ്റെ സംഖ്യ 666. ഹല്ലേലൂയ. അത് പരസ്യമായിട്ട് വരില്ല, രഹസ്യമായിട്ടാണ് വരുള്ളൂ. ഹല്ലേലൂയ. അത് വന്നു കഴിഞ്ഞു. നിറയെ പേര് അത് കയ്യിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു, ശരീരത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ അന്ത്യകാലമാണിത്. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ് ദൈവമക്കളെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മന്ദിരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തിനെയും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ പിശാച് നമ്മളെ വഞ്ചിച്ച് കളയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ശരീരമെന്ന ഈ ദേവാലയം ഈ ഭൂമിയിലിരിക്കുമ്പോൾ ജെറുസലേമിൽ ദേവാലയം വരില്ല. ഈ ശരീരമെന്ന ദേവാലയം എടുക്കപ്പെട്ട ശേഷമാണ് ജെറുസലേമിൽ ദേവാലയം വരുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ജെറുസലേമിൽ ദേവാലയം അവിടെ പണിത് അവിടെ അന്തിക്രിസ്തു വന്ന് ഇരിക്കുന്ന തൊട്ട് മുന്നിൽ ഞാൻ നിങ്ങളെ വന്ന് കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ആ ദേവാലയം പണിയിന് തൊട്ട് മുന്നിൽ കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകും. അതിൻ്റെ ശേഷമാണ് ആ ദേവാലയം പണിയപ്പെടുന്നതും അന്തിക്രിസ്തു അവിടെ ഇരിക്കുന്നതും. ഹല്ലേലൂയ.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി ദൈവം എഴുതിയിട്ടുണ്ട്. മത്തായിൻ്റെ സുവിശേഷത്തിലും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി 24:15 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇന്ന് എത്ര പേര് ബൈബിൾ വായിക്കുന്നത് മക്കളെ? ബൈബിൾ വായിക്കാൻ വളരെ മടിയാണ്. അങ്ങനെ പാട്ടുപാടി അന്യഭാഷയിൽ തുള്ളി സ്വോത്രക്കാഴ്ച ഇട്ട് എണിച്ചു പോവുകയാണ്. വേദം പഠിക്കാൻ മടി. ഹല്ലേലൂയ. പിന്നെ മടിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ എങ്ങനെ വരും? വായിക്കുന്നവൻ എങ്ങനെ ചിന്തിക്കും? വായിക്കാത്തവൻ ചിന്തിക്കില്ല. ഹല്ലേലൂയ. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും വേണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും ദൈവമക്കളെ. ഹല്ലേലൂയ. തെളിഞ്ഞ ബുദ്ധിയുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം. വെളിപ്പാട് 13:18 ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ഹല്ലേലൂയ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അത് 666. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. ജ്ഞാനം വേണം. ഈ കാലഘട്ടത്തിൽ ജ്ഞാനമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ദൈവമക്കളെ. പലരും നമ്മളെ വഞ്ചിച്ച് കളയും. ജ്ഞാനമുള്ളവരായിരിക്കണം, തെളിഞ്ഞ ബുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.